ഡോക്ടർ എൽസി ഉമ്മൻ, ഞാൻ താങ്കളിലേക്ക് വരാൻ അല്പം വൈകിപ്പോയി, ക്ഷമിക്കുക. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതിലെ പ്രതിപട്ടിക പരിശോധിച്ചാൽ താങ്കൾ അത് പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. +2 വിദ്യാർത്ഥികൾ ഉണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുന്നത് എന്ന് സംശയിക്കുന്നു. പരിശീലകർ ആയിട്ടുള്ളവർ ഉണ്ട്, പ്രദേശവാസികളായിട്ടുള്ളവരുണ്ട്, കുടുംബത്തിൻ്റെ പരിചയത്തിൽപ്പെട്ടവരായിട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാളിൽ നിന്നെങ്കിലും ഈ വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം ഈ പെൺകുട്ടി ഒരു ദുരന്തം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അതൊന്നും ഉണ്ടായില്ല, മറിച്ച് കഴിയുന്നത്ര ചൂഷണം ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ എല്ലാം മനോനില. അതെന്തുകൊണ്ടാകാം? പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ സമൂഹത്തില് ഏകദേശം 6 തൊട്ട് 8% വരെ ഇത്തരം മനോവൈകല്യങ്ങൾ ഉള്ളവരുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് പല തരത്തിൽ അതിനെ നമ്മൾ ഏത് സ്റ്റഡിയുടെ ബാക്കപ്പ് നോക്കിയാലും റിസർച്ച് നോക്കിയാലും പല തരത്തിൽ അതിനെ സബ് ഡിവിഷൻ വരെ നടത്തിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത്, മുതിർന്നവര് അപ്രാപ്യരാണെന്നുണ്ടെങ്കിൽ കുട്ടികളിലേക്ക് തിരിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇമ്പൾസ് കൺട്രോൾ, അതായത് അവനവന്റെ ഉൾപ്രേരണയെ നിയന്ത്രിക്കാൻ പറ്റാതെ അനിയന്ത്രിതമായിട്ടുള്ള ഉൾപ്രേരണ കൊണ്ട് ഇത്തരം സെക്ഷുവൽ അഡ്വാൻസ്മെന്റ് നടത്തുന്ന ആൾക്കാരുണ്ടാകാം. അതേപോലെ തന്നെ ചില ഉന്മാദ ഘട്ടങ്ങളിലൊക്കെയും ലൈംഗികത്വ കൂടുമ്പോൾ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ എന്നുള്ളൊരു വേർതിരിവില്ലാതെ തന്നെ അവർക്ക് ജഡ്ജ്മെന്റ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട് ഈ തരത്തിലുള്ള ചൂഷണങ്ങൾ നടത്തുന്നവരുണ്ട്. ഇതിനെക്കാട്ടിലൊക്കെ നമ്മൾ ഭയക്കേണ്ടത്, ശരിക്കും പറഞ്ഞാല് അറിയാമല്ലോ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പീഡോഫീലിയ ആ വാക്ക് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് 6 വയസ്സിന് താഴെയുള്ളവരാണ്. പക്ഷേ അതിനെക്കാട്ടിലും ഉപരി ഫീലിക് ഉണ്ട്, അതേപോലെ തന്നെ എപ്പിബോഫീലിക് ഉണ്ട്. ഇതൊക്കെയും എന്ന് പറയുന്നത് പ്രായമനുസരിച്ച് തരംതിരിക്കുന്നതാണ്. 14 വയസ്സിന് താഴെ, അതായത് മെനാർക്കി തുടങ്ങാത്ത മാസമുറ തുടങ്ങാത്ത കുട്ടികൾക്ക് താഴെയുള്ളവരെയാണ് ഈ ഹെബിഫിലിക് എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ളവരെയാണ് എപ്പിബോഫിലിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിൽ അഭിനിവേശം, കുട്ടികളോട് മാത്രം അഭിനിവേശമുള്ള വിഭാഗവും ഉണ്ട്. ഇതിലും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ 50% ആളുകൾ കുട്ടികളെ ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ഇത്തരം ഉള്ള വീഡിയോ കണ്ട് അതും എല്ലാം ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മിച്ചം 50% ആളുകൾ അവർക്ക് സാധാരണഗതിയിൽ അവർക്ക് അവസരം കിട്ടാറില്ല, പക്ഷെ അവർ ഭാവന കണ്ട് സംതൃപ്തി അടയുന്നു. ഇതാണ് എല്ലാവിധ കണക്കുകളും സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായല്ലോ എത്രമാത്രം നമ്മൾ ഈ സമൂഹത്തിൽ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ തരത്തിലുള്ള അതിന്റെ കൂടെ തന്നെ ലഹരിയുടെ വർദ്ധിത ഉപയോഗം, ലഹരി ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടെങ്കിൽ പോലും സ്വയമായി നിയന്ത്രിക്കാൻ കഴിയാത്ത മാനസിക പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ മനോനില ഉള്ളവരുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ചില വിഭാഗമെങ്കിലും ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞ് സ്വയം നിയന്ത്രിക്കുന്നവരുണ്ട്. പക്ഷെ ലഹരി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത്തരം ഒരു ഇൻഹിബിഷൻ നഷ്ടപ്പെടുന്നു. അവർക്ക് എന്തും ഏതും ചെയ്യാനുള്ള വ്യഗ്രത കൂടുന്നു. അത് തന്നെയല്ല, ലഹരിയുടെ ഉപയോഗം കാരണം ലൈംഗികത്വാര സാധാരണയെക്കാട്ടിലും വർദ്ധിക്കുന്നതിനും ഇടയാകുന്നു. അതിനോടൊപ്പം തന്നെ ശരി തെറ്റിനെ വിവേചിച്ചറിയാനുള്ള ഒരു ശേഷിയും നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഇത്തരം ദുരനുഭവങ്ങൾ കുട്ടികൾ നേരിടുന്നതിനുള്ള സാധ്യത ഏറെയാണ്. ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, വികലമായ ലൈംഗിക കാഴ്ചപ്പാടുള്ള കൗമാരക്കാർ തന്നെയാണ്. അതിന് ഇപ്പോൾ ഈ മൊബൈൽ ഫോണിന്റെ അതിപ്രസരമായിട്ടുള്ള ഉപയോഗം അതിനൊരു വലിയ കാരണമാണ്. അനാവശ്യമായിട്ടുള്ള സൈറ്റുകളിലൂടെയും അല്ലെങ്കിൽ അത്തരം വീഡിയോകളൊക്കെയും കണ്ട് വികലമായിട്ടുള്ള ഒരു ലൈംഗിക കാഴ്ചപ്പാടോടെ വളർന്നു വരുന്ന ഒരു തലമുറ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ ഇത്തരം അത് ഈ ടീനേജ് എന്ന് പറയുമ്പോൾ താങ്കൾ 18-ന് താഴെ എന്ന നിലയിലാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നുള്ളതാണോ? തീർച്ചയായിട്ടും 18 ആകാതെ ഉള്ള ടീനേജ് എന്ന് പറഞ്ഞാൽ 13 വയസ്സ് ടീൻ മുതലുള്ളത്. അതിപ്പോൾ ടീനേജ് പ്രായം ഇച്ചിരൂടെ ഏർലി ആണ്. അപ്പൊ ഒരു 10 വയസ്സിന് ശേഷം 18 വയസ്സിന് താഴെ, ബിറ്റ്വീൻ 10 to 18 ആണ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. ഈ പറഞ്ഞ കണക്കെല്ലാം അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഉപയോഗിക്കുമ്പോൾ എന്റെ അടുത്ത് തന്നെ വരുന്ന കുട്ടികൾ പലപ്പോഴും ഈ കുട്ടികളുടെ തന്നെ വീഡിയോസ് കണ്ട് അതിന് അഡിക്റ്റ് ആയതുണ്ട്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. കാരണം ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നതാണ്. കാരണം അത്തരം രീതിയിലുള്ള സൈറ്റ്സ് അവൈലബിൾ അല്ല. അതെങ്ങനെ ഈ കുട്ടികൾ ആക്സസ് ചെയ്യുന്നെന്ന് പോലും ഉള്ളത്, കാരണം അത് കുറ്റകരമാണ്. ആരെങ്കിലും ആക്സസ് ചെയ്താൽ തന്നെ അത് പിടിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അത്രയും നിയമം ശക്തമായിരിക്കെ ഇവർക്ക് ഇത് എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ തരത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ വികലമായ കാഴ്ചപ്പാടോടെ വളർന്നു വരുന്ന ഒരു തലമുറ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ 18 വയസ്സിൽ താഴെ തന്നെ ഇത്തരം അക്രമം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയല്ല, അതിനുശേഷവും ഇത്തരം അക്രമം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊരു
ഒരു വശം. മറുവശം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഈ കുട്ടി ഇത്രയും വർഷം പറഞ്ഞില്ല. തീർച്ചയായിട്ടും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അത് പല ഫാക്ടേഴ്സിനെ അനുസരിച്ചാണ്. ഏത് പ്രായത്തിലാണ് ഈ കുട്ടിക്ക് ലൈംഗിക ചൂഷണം ഉണ്ടാകുന്നത് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 15 വയസ്സിന് ശേഷമുള്ള കുട്ടി കുറെ കൂടെ വെർബലൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള കുട്ടിയാണ്. ഇത് 5 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു 12 വയസ്സിൽ തുടങ്ങി എന്ന് വെച്ചാൽ 13 വയസ്സിൽ ആണ് ഇത്തരത്തിൽ പീഡനം നേരിട്ട് തുടങ്ങിയത് എന്നുള്ളതാണ് വിവരം. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിക്ക് സാധാരണയുള്ള ഒരു ലൈംഗികത എന്താണെന്ന് പോലും അറിവില്ലാത്ത പ്രായത്തിൽ വരുമ്പോൾ എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് പോലുള്ള ഒരു അറിവ് ആ കുട്ടിക്ക് ഉണ്ടാകത്തില്ല. എന്തോ അസ്വാഭാവികമായത് സംഭവിച്ചു എന്നതിനപ്പുറം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ട്രോമയുടെ ഏറ്റക്കുറച്ചിലും ഇത് ഏത് പ്രായത്തിൽ നടന്നു എന്നുള്ളതിന്റെ ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പോൾ ശരിക്കും അറിവായതിനു ശേഷം നടക്കുന്ന ഒരു ട്രോമയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ, ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറങ്ങാതെ ഇരിക്കുക, ഇത്തരം സ്കൂളിൽ പോകാൻ വിസമ്മതിക്കുക, കരയുക, മൗനമായി പോകുക തുടങ്ങിയ ഉള്ള ലക്ഷണങ്ങളൊക്കെയും കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് എന്താണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത പ്രായത്തിൽ എന്തോ ഒന്ന് അസ്വാഭാവികമായി സംഭവിച്ചു, എന്തോ ഒന്ന് അരുതാത്തത് സംഭവിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷെ ആ കുട്ടിക്ക് അറിവില്ലാത്തപ്പോൾ പിന്നെ അതൊരു തിരിച്ചറിവിലേക്ക് വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ ആ കുട്ടിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസ് വരികയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അത് തന്നെയല്ല, ചിലപ്പോൾ ഭയം എന്ന് പറയുന്ന ഒരു വികാരമാണ്. പലപ്പോഴും ഒരാളെ തുറന്നു പറയുന്നതിന് വിസമ്മതിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയമാണ്. ഈ ഭയം എന്ന വികാരം വരുമ്പോൾ തന്നെ എന്തോ മോശം സംഭവിച്ചു, പ്രത്യേകിച്ചും സിനിമയൊക്കെ കാണുമ്പോൾ എന്തോ അരുതാത്ത സംഭവിച്ചു എന്നുള്ള ഒരു ബേസിക് നോളജ് ഒരു പക്ഷെ ഉണ്ടാകുന്ന ആ ഒരു സമയമാണെങ്കിൽ പോലും ഇത് താൻ പുറത്തു പറഞ്ഞാൽ എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കും. അതൊരു പരിധിവരെ ശരി തന്നെയല്ലേ? കാരണം എപ്പോഴും ഇതാരെങ്കിലും തുറന്നു പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ല എന്നുള്ള ചോദ്യം മുതൽ ആരംഭിക്കും. അപ്പോ ഇത് രാജീവൻ സർ സൂചിപ്പിച്ചതുപോലെ ഇത് വീണ്ടും പറയാനുള്ള ഒരാളെ പുറകോട്ടടിക്കുന്ന ഒരു നടപടിയാണ്. അപ്പൊ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ആ കുട്ടി ചിന്തിക്കും, എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മോശക്കാരിയായിട്ട് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്, സമൂഹം എന്നെ മോശം കുട്ടിയായിട്ട് ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ല, മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും കുട്ടിയുടെ ഭാവിയെ ഓർത്ത് ഒക്കെയും പലപ്പോഴും ഞാൻ തന്നെ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്. നമ്മൾ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. അപ്പൊ റിപ്പോർട്ട് ചെയ്യിക്കാനായിട്ട് പോകുമ്പോൾ മാതാപിതാക്കൾ വളരെ കരഞ്ഞ് കാലു പിടിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നത്. കാരണം അവരുടെ ഭയം മുഴുവനും കുട്ടിയുടെ ഭാവി നശിച്ചു പോകും. അത് തന്നെയല്ല, കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം അത് വളരെയധികം വലുതാണ്. ഞങ്ങൾക്ക് നാണക്കേടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും കൂട്ടുകുടുംബ വ്യവസ്ഥയിലും അല്ലെങ്കിൽ ആ തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ ആ കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൽ വരുമ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ വളരെയധികം ശക്തമാണ്. അപ്പോൾ ഈ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ശേഷിയില്ലാത്തവരുടെ മേലെ ബാക്കി കുടുംബാംഗങ്ങൾ വളരെയധികം സമ്മർദ്ദം ചെലുത്താറുണ്ട്. പിന്നെ നമ്മൾ മറന്നു പോകേണ്ടാത്ത ഒരു വിഷയം, പോക്സോ എല്ലാം രജിസ്റ്റർ ചെയ്തു, കോടതിയിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കാറില്ല. കോടതിയിൽ ട്രയലിന് പോയി കഴിഞ്ഞിട്ട് പല കുട്ടികളും എന്നോട് വന്ന് വിതുമ്പി കരഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളും ഇതിന് പോകേണ്ടിയില്ലായിരുന്നു ഡോക്ടറെ. കാര്യം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ദുരനുഭവം, വീണ്ടും വീണ്ടും കോടതിയിൽ റേപ്പ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെ, ആ സാഹചര്യത്തിലൂടെ ആ കുട്ടിയും വീട്ടുകാരും വീണ്ടും കടന്നു പോകുന്നു. അത് തന്നെയല്ല, പലപ്പോഴും ഈ കേസിൽ നിന്ന് പിന്മാറാൻ പ്രോസിക്യൂട്ടേഴ്സ് ഉൾപ്പെടെ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. കാരണം ഇത് തോറ്റുപോയുള്ളൂ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരത്തില്ല, അവിടെ നിങ്ങൾ ഈവൻ മൊഴി മാറ്റി പറയാൻ പോലും പല രീതിയിൽ അവർക്ക് സമ്മർദ്ദം ചെലുത്തുന്നു. ഇതൊക്കെയും യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെയുള്ള ട്രോമ, തീർച്ചയായും അത്തരം സാഹചര്യങ്ങൾ മാറേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഡോക്ടർ എൽസി, ഒരു കാര്യം കൂടി, അതായത് ഈ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രതിസന്ധികൾ, നിയമപരമായ വിഷയങ്ങൾ നേരിടുമ്പോൾ, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായാൽ വീട്ടിൽ എല്ലാവരും അത്തരത്തിലാകണമെന്നില്ല, സ്കൂളിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായ സ്കൂളിൽ മുഴുവൻ അധ്യാപകരും അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ ഈ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ പ്രകടമാകുമോ? അത് മുതിർന്നവർ എങ്ങനെയാണ്? ഇത് വളരെ കൃത്യമായി മുതിർന്നവർക്ക് വേണ്ടി തന്നെയുള്ള ചോദ്യമാണ്. അവർ എങ്ങനെയാണ് ഈ കുട്ടികളെ തിരിച്ചറിയേണ്ടത്? അതിപ്പോൾ ഒരു അധ്യാപകനാകട്ടെ, ഒരു സഹപാഠിയാകട്ടെ, ഒരു വീട്ടിലെ ഒരു അംഗമാകട്ടെ, ഒരു ബന്ധുവാവട്ടെ, സുഹൃത്താകട്ടെ, ആരുമാകട്ടെ.
ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏത് ഏജിലാണ് ഇത്തരം അസോൾട്ട് ഉണ്ടായതെന്നുള്ളൊരു നിർണായക ഘടകമാണ്. അറിവ് നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അസോൾട്ട് ആണെന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം പ്രായപൂർത്തിയായി കഴിഞ്ഞ് എന്താണ് ലൈംഗികത, എന്താണ് ചൂഷണം, എന്താണ് സെക്സ്, എന്താണ് റേപ്പ്, ഇത് ഇങ്ങനത്തെയൊക്കെ അറിവുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ താൻ ലൈംഗികമായിട്ട് ചൂഷണത്തിന് ഇരയായി എന്ന് കാണുമ്പോൾ അവർ വളരെ ആയിട്ട് അവർ റിയാക്ട് ചെയ്യാറുണ്ട്. അവര് ഉറക്കക്കുറവ് വരാൻ സാധ്യതയുണ്ട്, ഭക്ഷണം വേണ്ടാന്ന് വെക്കാൻ സാധ്യതയുണ്ട്, മൗനമാകാൻ സാധ്യതയുണ്ട്, ആത്മഹത്യാ പ്രവണതയുടെ സാധ്യതയുണ്ട്, പഠനത്തിൽ പിന്നോക്കാവസ്ഥയാകാൻ സാധ്യതയുണ്ട്. ആ സെയിം ലിംഗത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ഭയം വരാനുള്ള ഒരു സാധ്യതയുണ്ട്, വിഷാദമയമായിട്ടുള്ള രീതി വരാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ലേ നൈറ്റ്മെയർസ്, സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്, രാത്രിയിൽ ഉറങ്ങാതിരിപ്പ്. ഇത്തരം സ്വഭാവ വ്യതിയാനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ സെൽഫ് ഹാം ബിഹേവിയേഴ്സ്, ആവർത്തിച്ച് സ്വയമായിട്ട് മുറിവേൽപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇതൊക്കെയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു അതിക്രമത്തിന് ഈ കുട്ടി ഇരയായോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ചില കുട്ടികൾ അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മോണിറ്ററിങ് വളരെയധികം ആവശ്യമാണ്. കാരണം ഇത് എന്താണ്, അതിനെല്ലാം പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഒരു ക്യൂരിയോസിറ്റി വരാൻ സാധ്യതയുണ്ട്. ഈ ക്യൂരിയോസിറ്റിയുടെ ഒരു തൽഫലമായിട്ട് അവർ ഇത്തരം കാര്യങ്ങൾക്ക് തുടക്കത്തിൽ, ഇപ്പോൾ ആരെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴിയാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് വഴിയാണെന്നുണ്ടെങ്കിലും പുതിയ ചങ്ങാത്തങ്ങളും, കാരണം അവർക്ക് എല്ലാം പുതുമയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും കൗമാരക്കാരായ ഈവൻ ചൈൽഡ്ഹുഡിലുള്ളത് കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അത് തേടി പോകുവാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. അത് അവരുടെ ആ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ അവരുടെ തലച്ചോറ് അങ്ങനെയാണ്. അതൊരിക്കലും തെറ്റല്ല, അത് ശരി തന്നെയാണ്. അങ്ങനെയാണ് പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് മോണിറ്ററിംഗ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ, ഡിവൈസസ് ഉൾപ്പെടെ കുട്ടികൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവര് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോയി വഴുതി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സമൂഹം ജാഗരൂകരായിട്ടിരിക്കണം, മാതാപിതാക്കൾ ജാഗരൂകരായിട്ടിരിക്കണം. കൂടുതൽ സമയം ഫോണുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ഇടപെടലുകൾ എങ്ങനെയാണ്, അത്തരം രീതിയിൽ കുട്ടികൾ കൂടുതൽ സമയം വ്യാപൃതരായിട്ടിരിക്കുന്നുണ്ടോ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത്. തീർച്ചയായും അത്തരം ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്.